എന്താണ് ഫൈമോസിസ്? ഇത് പുരുഷന്മാരിൽ കാണുന്ന ഒരു കാര്യമാണ്. പുരുഷന്മാരുടെ ലിംഗതലത്തിൽ കാണുന്ന ഒരു അവസ്ഥ. പുരുഷന്മാരുടെ ലിംഗതലത്തിൽ നിന്ന് ഫോസ്കിൻ വലിച്ചു മാറ്റാൻ പറ്റാത്ത, വലിച്ചു നീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഫൈമോസിസ് എന്ന് പറയുന്നത്. സാധാരണയായി കുട്ടിക്കാലത്ത് ഫോസ്കിൻ ലിംഗതലത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. കുഞ്ഞുങ്ങൾ വളരുന്നതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും ഫോസ്കിൻ വിട്ടുപോകും. എന്നാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ വളരുന്ന സമയത്ത് ഫോസ്കിൻ പൂർണ്ണമായും പുറകോട്ട് വലിച്ചു നീട്ടാൻ പറ്റാത്ത, സ്ലൈഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. ഇതിനെയാണ് ഫൈമോസിസ്. ഈ അവസ്ഥയാണ് ഫൈമോസിസ്. ഫൈമോസിസ് രണ്ട് വിധത്തിലാണ്. ഫിസിയോളജിക്കൽ ഫൈമോസിസ്, അത് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഫൈമോസിസ്. കുട്ടിക്കാലത്ത് ഇത് സ്വാഭാവികമായിരിക്കാം, എന്നാൽ പ്രായമാകുമ്പോൾ ഇത് വിട്ടുപോരും. രണ്ടാമത്തേത് പത്തോളജിക്കൽ ഫൈമോസിസ് ആണ്. ആകസ്മികമായി ലിംഗം പുറകോട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പത്തോളജിക്കൽ ഫൈമോസിസ്. ഇത് ടെൻഷൻ മൂലമുണ്ടാകാം, അണുബാധ മൂലമുണ്ടാകാം, ഡയബറ്റീസ് പോലെയുള്ള രോഗങ്ങൾ മൂലവും ഇതുണ്ടാകാം. ഇതുമൂലം ലിംഗത്തില് വേദന ഉണ്ടാകും, മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദനയുണ്ടാകും. പ്രധാനമായിട്ടും ഫൈമോസിസിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർക്കംസിഷൻ ആണ്. അതായത് സർജറിയിലൂടെ ഫോസ്കിൻ നീക്കം ചെയ്യപ്പെടുന്നു. മറ്റൊരു കാര്യം ക്രീമുകൾ ഉപയോഗിച്ചിട്ട്, അതായത് സ്റ്റിറോയിഡ് ക്രീം ഉപയോഗിച്ച് ഫോസ്കിൻ പുറകോട്ട് വലിച്ചു നീട്ടാൻ ശ്രമിക്കും. പിന്നെ ഡോക്ടറുടെ സഹായത്തോടെ സ്ട്രെച്ചിങ്ങും ഒക്കെ നടത്താറുണ്ട്. പീനസ് ഗ്ലാൻസ് വളരെയധികം സെൻസിറ്റീവ് ആണ്. കാരണം ധാരാളം നെർവ് സെൻഡിങ്സ് ഉണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് വളരെയധികം ശ്രദ്ധയോടെയായിരിക്കും. ടേക്ക് കെയർ.